ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൻസ്. അങ്ങനെ നമ്മുടെ 6ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളുടെ ത്രൂ ദ കോണ്ടിനെന്റ്സ് അഥവാ ഭൂഖണ്ഡങ്ങളിലൂടെ എന്നുള്ള പാഠഭാഗം നമ്മളിങ്ങനെ സെറ്റായിട്ട് ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിച്ചെങ്കിൽ തംസ് കാണിച്ചേ. ഓക്കെ, കുറച്ച് റെഡ് ഹാർട്ട് ഒക്കെ ഇടാട്ടോ. നമ്മുടെ ചാറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ഉഷാറാവട്ടെ, ഓൺ ആവട്ടെ. ഓക്കെ, അടുത്തത് നമ്മൾ മിസ് വേറെ 2-3 കോണ്ടിനെന്റ്സും കൂടിയാണെന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമോജി ഒക്കെ കണ്ടപ്പോൾ തന്നെ ഏകദേശം സംഭവം ക്ലിക്ക് ആയിട്ടുണ്ടാവും ഏതാണ് ആ കോണ്ടിനെന്റ് എന്നുള്ളത്. യെസ്, ഏതാണ് ആ കോണ്ടിനെന്റ്? നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്ന കോണ്ടിനെന്റ് അല്ലെങ്കിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കോണ്ടിനെന്റ് നോക്കിക്കോളൂ. ഏതാണത്? നോക്കാം, അന്റാർട്ടിക്കയെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് അന്റാർട്ടിക്ക? കോണ്ടിനെന്റ് അഥവാ ഭൂഖണ്ഡം അന്റാർട്ടിക്കയെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എടാ, ഇവിടെ നോക്കിക്കേ, 2 പിക്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടോ? മൈത്രി, ഭാരതി എന്നുള്ള 2 ചിത്രങ്ങളൊക്കെ മിസ് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തേ. മൈത്രി കണ്ടോ? ഫ്ലാഗ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഭാരതി നോക്കുക കേട്ടോ. കണ്ടോ? പിക്ചേഴ്സ് രണ്ടും ക്ലിയർ ആയിട്ട് നോക്കിയോ എല്ലാവരും? യെസ്, Antarctica. Maitri and Bharati are the Indian research centers. മൈത്രിയും ഭാരതിയും ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ് അല്ലെ? ഗവേഷണ കേന്ദ്രങ്ങളാണ് കേട്ടോ. ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മൾ അന്റാർട്ടിക്കയുടെ ഭൂഖണ്ഡം അല്ലെങ്കിൽ അന്റാർട്ടിക്കയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പഠിക്കേണ്ടതായിട്ട് വന്നത്? എന്തായിരിക്കും കാരണം? യെസ്, നോക്കാം. കാരണം ദീസ് റിസർച്ച് സെന്റേഴ്സ്, നമ്മൾ ഈ പറഞ്ഞ മൈത്രി ഭാരതി എന്നുള്ള ഇന്ത്യൻ ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ അന്റാർട്ടിക്കയെ കുറിച്ച് പഠിച്ചപ്പോ ആദ്യം തന്നെ മൈത്രി ഭാരതിയെ കുറിച്ച് പറയാൻ കാരണമായത്. അപ്പൊ നോക്കാം, മൈത്രി ആൻഡ് ഭാരതി ആർ ദ ഇന്ത്യൻ റിസർച്ച് സെന്റേഴ്സ് ലൊക്കേറ്റഡ് ഇൻ, സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അന്റാർട്ടിക്കയിലാണ്. ഓക്കെ, യെസ്. അടുത്ത പോയിന്റ് നോക്കാം. അന്റാർട്ടിക്ക ഈസ് കവേർഡ് ബൈ 98%. 98% അന്റാർട്ടിക്കയിൽ എന്താണെന്നാ പറയുന്നത്? ഐസ് ഗ്ലേഷ്യേഴ്സ് ആണെന്നാണ്. 98% ഐസ് ഗ്ലേഷ്യേഴ്സ് അഥവാ ഐസ് ഹിമാനികളാലാണ് മൂടപ്പെട്ടിരിക്കുന്നത്. കണ്ടോ? നിങ്ങൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൽ കണ്ടായിരുന്നു. ഇതേ ഇവിടെ കുറച്ച് ഐസ് ഗ്ലേഷ്യേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നില്ലേ? നോക്കിയേ. ഇതേപോലെ 98%, 98% അന്റാർട്ടിക്കയിൽ എന്താണ്? ഐസ് ഹിമാനികൾ അഥവാ ഐസ് ഗ്ലേഷ്യേഴ്സ് ആണ് കേട്ടോ. നോക്കാം. It holds most of the earth pure water in its glaciers. എന്താ പറയുന്നേ? ഭൂമിയുടെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഹിമാനികളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതും കൂടി നോട്ട് ചെയ്യണം. എന്താണ്? ഇറ്റ് ഹോൾഡ്സ് മോസ്റ്റ് ഓഫ് ദി എർത്ത് പ്യുവർ വാട്ടർ. ഭൂമിയുടെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും എവിടെയാണ്? ഗ്ലേഷ്യേഴ്സ് അഥവാ ഹിമാനികളിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള പോയിന്റും കൂടി നമ്മൾ നോട്ട് ചെയ്യാം. Then അടുത്തത്, the continent is entirely surrounded by the southern ocean. ഈ അന്റാർട്ടിക്ക ഭൂഖണ്ഡം പൂർണ്ണമായും നമ്മുടെ ദക്ഷിണ സമുദ്രം അഥവാ സദേൺ ഓഷ്യനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. ദക്ഷിണ സമുദ്രം അഥവാ സദേൺ ഓഷ്യനാൽ പൂർണ്ണമായും ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അന്റാർട്ടിക്ക ഭൂഖണ്ഡം. കിട്ടിയോ? യെസ്. ഇനി നമ്മൾ അന്റാർട്ടിക്കയുടെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അഥവാ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ദ ട്രാൻസ് അന്റാർട്ടിക്ക മൗണ്ടെയ്ൻസ് ഡിവൈഡ് ദി അന്റാർട്ടിക്ക ഇൻടു 2. എന്താ പറയുന്നേ? ട്രാൻസ് അന്റാർട്ടിക്ക പർവ്വത നിരകൾ അഥവാ മൗണ്ടെയ്ൻസ്, ആ ചിത്രത്തിൽ കാണുന്ന പോലെ വലിയ വലിയ മൗണ്ടെയ്ൻസ് അഥവാ പർവ്വത നിരകൾ എന്ത് ചെയ്യുന്നുണ്ട്? അന്റാർട്ടിക്കയെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാടാ? ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ റീജിയൻ. എന്താ പറയുന്നേ? കിഴക്കൻ അന്റാർട്ടിക്ക, ഈസ്റ്റേൺ അന്റാർട്ടിക്ക, അതേപോലെ തന്നെ വെസ്റ്റേൺ പടിഞ്ഞാറൻ അന്റാർട്ടിക്ക. അങ്ങനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും കൂടി നോട്ട് ചെയ്യാം. യെസ്, നോക്കാം. ദി അന്റാർട്ടിക്ക അന്റാർട്ടിക് പെനിൻസുല ഇസ് നിയർ ദി സൗത്ത് അമേരിക്ക. അപ്പൊ എന്താ പറയുന്നേ? ഈ തെക്കേ അമേരിക്കയ്ക്ക് അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്ന ഒരു അന്റാർട്ടിക്കയിലെ പ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക്ക ഉപദ്വീപ്. അപ്പൊ അന്റാർട്ടിക് പെനിൻസുല അഥവാ അന്റാർട്ടിക് ഉപദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് അമേരിക്കയോട് ചേർന്നാണ്. കിട്ടിയോ?
വിൻസെന്റ് മാസിഫ് ഈസ് ദ ഹൈയസ്റ്റ് മൗണ്ടെയിൻ ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഏതാണത്? വിൻസെന്റ് മാസിഫ് ആണ്. ഏതാണ്? വിൻസെന്റ് മാസിഫ് ആണ് അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ പർവ്വതം, ഏറ്റവും ഹൈയസ്റ്റ് മൗണ്ടെയിൻ. അന്റാർട്ടിക്ക ഹാസ് സെവറൽ വോൾക്കാനോസ്. എന്താ പറയുന്നത്? അന്റാർട്ടിക്കയിൽ നിരവധി 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 ഒരുപാട് വോൾക്കാനോസ് അഥവാ അഗ്നിപർവ്വതങ്ങൾ കാണപ്പെടുന്നു. അന്റാർട്ടിക്കയിൽ ധാരാളം അഗ്നിപർവ്വതങ്ങൾ കൂടി കാണപ്പെടുന്നുണ്ട്. യെസ്, ഇനി നമുക്ക് അന്റാർട്ടിക്കയുടെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥയെ കുറിച്ച് ഒന്ന് പഠിച്ചാലോ? നോക്കാം. അന്റാർട്ടിക്ക ഈസ് എ കോൾഡ് ഡെസേർട്ട് കവേർഡ് വിത്ത് സ്നോ ഇയർ അറൗണ്ട്. എന്താ പറയാ? വർഷം മുഴുവനും മഞ്ഞു മൂടി കിടക്കുന്ന, കണ്ടോ, അന്റാർട്ടിക്ക ഈസ് എ കോൾഡ് ഡെസേർട്ട്. അന്റാർട്ടിക്കയില് എപ്പോഴും വർഷം മുഴുവനും നോക്കിക്കഴിഞ്ഞാൽ എന്താ? മുഴുവനും മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്ന ഒരു ശീതഭൂമിയാണ് അന്റാർട്ടിക്ക. ഇറ്റ്സ് യുണീക് ക്ലൈമറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ലൊക്കേഷൻ. അപ്പോൾ അന്റാർട്ടിക്കയുടെ ഈ ഒരു സ്ഥാനം കൊണ്ട്, അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ ആ ഒരു ലൊക്കേഷൻ കൊണ്ടാണ് അതിന്റെ ഈ കാലാവസ്ഥ ഒരു സവിശേഷതമായിട്ട്, അന്റാർട്ടിക്കയുടെ മാത്രം സവിശേഷമായി തീരുന്നത്. ഇറ്റ്സ് യുണീക് ക്ലൈമറ്റ് എന്നുള്ളത് പറയാം. യെസ്, ദെൻ അടുത്ത് നോക്കാം. ഫ്ലോറ ഫ്യൂണ അഥവാ സസ്യ ജന്തുജാലങ്ങൾ. അന്റാർട്ടിക്ക ഈസ് മോസ്റ്റ്ലി ബാരൻ എക്സെപ്റ്റ് ഫോർ സം മോസസ് ഇൻ ഗ്ലേഷ്യർ റിഫ്റ്റ്. എന്താ പറയുന്നത്? ഹിമപാളികളുടെ വിള്ളലുകളിൽ കാണപ്പെടുന്ന ചില പായൽവർഗ സസ്യങ്ങൾ ഒഴിച്ചാൽ അന്റാർട്ടിക്കയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും തരിശാണ്. നമ്മൾ എന്താ പറഞ്ഞേ? ഹിമപാളികളിൽ അഥവാ ഈ ഗ്ലേഷ്യർ റിഫ്റ്റ്സിൽ കാണപ്പെടുന്ന കുറച്ച് പായൽ വർഗ്ഗങ്ങളുണ്ട്. ഈ പായൽ വർഗ്ഗങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്റാർട്ടിക്കയിൽ വലിയ കാര്യമായിട്ട് ചെടികളൊന്നുമില്ല. ആകെ ഈ മോസസ് മാത്രമാണ് നമുക്ക് അന്റാർട്ടിക്കയുടെ കുറച്ച് ഭാഗത്തായിട്ട് കാണപ്പെടുന്നത്. പിന്നെ അവിടെ ചെടി വർഗ്ഗങ്ങളൊന്നുമില്ല. കോസ്റ്റൽ ഏരിയാസ് ആർ ഹാബിറ്റാറ്റ്സ് ഫോർ പെൻഗ്വിൻസ് ആൻഡ് സീൽസ്. എന്താ പറയുന്നത്? ഈ ഭൂഖണ്ഡത്തിന്റെ പല തീരപ്രദേശങ്ങളും പെൻഗ്വിനുകളാലും അതേപോലെ സീനുകളാലും ആവാസ കേന്ദ്രങ്ങളാണ്. അപ്പൊ പെൻഗ്വിൻസിന്റെയും അതേപോലെ തന്നെ സീൽസുമാണ് അന്റാർട്ടിക്കയിലെ പ്രധാനപ്പെട്ട ജന്തുജാലങ്ങൾ. കിട്ടിയോ? പെൻഗ്വിൻസിനെയും സീൽസിനെയും ഒക്കെ നമുക്ക് അറിയാവുന്നതാണല്ലേ? യെസ്, ഇതാ നോക്കിക്കേ, പെൻഗ്വിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കേടാ, മേജർ ഫ്ലോറ ഫ്യൂണ ഓഫ് അന്റാർട്ടിക്ക അഥവാ അന്റാർട്ടിക്കയിലെ പ്രധാന സസ്യ ജന്തുജാലങ്ങൾ. യെസ്, നോക്കാം. മോസസ് അഥവാ പായലുകൾ, ദെൻ പെൻഗ്വിൻ കണ്ടല്ലോ, നോക്കാം. സീലുകൾ കണ്ടോ, ഇതാണ് അന്റാർട്ടിക്കയിലെ പ്രധാനപ്പെട്ട. മോസസ് എന്ന് പറഞ്ഞാൽ പായലുകൾ നമ്മൾ പറഞ്ഞു. ഈ ഒരു ചെടി മാത്രമേ നമുക്ക് അന്റാർട്ടിക്കയെ കാണാനായിട്ടുള്ളൂ ചെടികളായിട്ട്, വേറെ ഫുള്ള് തരിശാണ്. പിന്നെ പെൻഗ്വിനുകളും സ്വീലുകളും ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇത്രയാണ് അന്റാർട്ടിക്കയുടെ സസ്യ ജന്തുജാലങ്ങൾ അഥവാ ഫ്ലോറ ഫ്യൂണ വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. ഹ്യൂമൻ ലൈഫ്. എങ്ങനെയാണ് അന്റാർട്ടിക്കയിലെ ജനങ്ങളുടെ ജനജീവിതം അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയാണ് നോക്കാം. ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇൻ അന്റാർട്ടിക്ക ഈസ് വെരി ലിമിറ്റഡ് അല്ലെ. അതായത് മനുഷ്യവാസം, അന്റാർട്ടിക്കയിലെ ജനങ്ങളുടെ വാസം തീരെ ഇല്ല അഥവാ വെരി ലിമിറ്റഡ് ആണ് കേട്ടോ. എന്താ പറയുന്നത്? അന്റാർട്ടിക്കയിലെ ജനവാസം തീരെ കുറവാണ് അഥവാ തീരെ ലിമിറ്റഡ് ആണ്. only researchers and adventure tourists visit അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ അങ്ങനെ ആളുകൾ അധികം താമസിക്കാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഇവിടെ നിന്നുള്ളവർ റിസർച്ചേഴ്സ്, ഗവേഷകരോ അതേപോലെ തന്നെ ഈ നമ്മുടെ സാഹസിക യാത്രകളൊക്കെ നടത്തുന്ന അഡ്വഞ്ചേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, ട്രിപ്പൊക്കെ പോകുന്ന വലിയ റിസ്ക് ഒക്കെ എടുത്ത് വലിയ ഈ പറയുന്ന ഭൂഖണ്ഡമൊക്കെ കാണാനായിട്ട് പോകുന്ന അഡ്വഞ്ചേഴ്സ്, ഇവര് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? അന്റാർട്ടിക്ക വിസിറ്റ് ചെയ്യാറുള്ളൂ. അല്ലാതെ അവിടെ പൊതുവെ ജനവാസം തീരെ കുറവാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കാം. യെസ്, അപ്പൊ ഇത്രയാണ് നമുക്ക് അന്റാർട്ടിക്കയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം അന്റാർട്ടിക്കയെ കുറിച്ച് പഠിച്ച കാര്യങ്ങളൊക്കെ. യെസ്, നോക്കാം. അന്റാർട്ടിക്കയെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് 2 പിക്ചറിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അല്ലെ. ഏതൊക്കെയാണ്? മൈത്രി, ഭാരതി. ഇത് രണ്ടുമാണ് അന്റാർട്ടിക്കയിലെ റിസർച്ച് സെന്റേഴ്സ് എന്ന് പറഞ്ഞു. ഇന്ത്യൻ റിസർച്ച് സെന്റേഴ്സ് ആണ് പറയാൻ കാരണം ഈ റിസർച്ച് സെന്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലാണ്. ഇറ്റ് ഈസ് കവേർഡ് ബൈ 98% ഓഫ് ഐസ് ഗ്ലേഷ്യേഴ്സ്. എന്താ പറയുന്നത്? 98% അന്റാർട്ടിക്കയിൽ എന്ത് തന്നെയാണ്? ഐസ് ഹിമാനികൾ അഥവാ ഐസ് ഗ്ലേഷ്യേഴ്സ് ആണ്. ഇറ്റ് ഹോൾഡ്സ് മോസ്റ്റ് ഓഫ് ദി എർത്ത് പ്യുവർ വാട്ടർ. കണ്ടോ, എന്താ പറയുന്നത്? ഭൂമിയുടെ ശുദ്ധജലത്തിന്റെ ഭൂരിഭാഗവും ഹിമാനികളായിരുന്നു എന്നുള്ളതും കൂടി നോട്ട് ചെയ്യുക. Then the continent is entirely surrounded by സദേൺ അമേരിക്ക. ദക്ഷിണ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, മൊത്തമായിട്ടും ചുറ്റിയിരിക്കുന്നതാണ് ഈ പറയുന്ന അന്റാർട്ടിക്ക ഭൂഖണ്ഡം. ദെൻ നമ്മൾ പറഞ്ഞു
അന്റാർട്ടിക് മൗണ്ടെയിൻസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈസ്റ്റേൺ എന്നും വെസ്റ്റേൺ എന്നും തിരിച്ചിട്ടുണ്ട്. ദെൻ അടുത്ത് നോക്കുക, അന്റാർട്ടിക് പെനിൻസുല ഈസ് നിയർ ദ സൗത്ത് അമേരിക്ക. അന്റാർട്ടിക്ക പെനിൻസുലകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ ഒരു ഭൂപ്രകൃതി വിഭാഗമാണ് അന്റാർട്ടിക്ക ഉപദ്വീപ് അഥവാ അന്റാർട്ടിക്ക പെനിൻസുല. സൗത്ത് അമേരിക്ക അഥവാ തെക്കേ അമേരിക്കയോട് അടുത്തായി കാണപ്പെടുന്നു. ദെൻ വിൻസൺ മാസിഫ് ആണ് ഏറ്റവും ഉയരം ഉള്ള ഏറ്റവും വലിയ പർവ്വതം. അന്റാർട്ടിക്ക ഹാസ് സെവറൽ വോൾക്കാനോസ്. അന്റാർട്ടിക്കയിൽ നിരവധി അഗ്നിപർവ്വതങ്ങളുണ്ട്. അതേപോലെ തന്നെ കാലാവസ്ഥ എങ്ങനെയാണ്? കോൾഡ് ഡെസേർട്ട് ആണല്ലേ, തണുപ്പാണ്. അതിന്റെ ആ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടാണ് അന്റാർട്ടിക്കയ്ക്ക് ഇതേപോലത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള അന്റാർട്ടിക്കയുടെ മാത്രമായിട്ടുള്ള ഒരു കാലാവസ്ഥ അനുഭവപ്പെടുന്നത്. ഇനി അവിടെ പ്രത്യേകിച്ച് ചെടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കുറച്ച് മോസസ് പായൽ വർഗം കാണാം. പിന്നെ ജന്തുജാലങ്ങൾ അഥവാ ഫ്യൂണാസിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പെൻഗ്വിൻസും സീൽസും ആണ് അവിടുത്തെ ജന്തുജാലങ്ങൾ നമുക്ക് പറയാം. ദെൻ ഹ്യൂമൻ ലൈഫിനെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞേ? അന്റാർട്ടിക്കയിൽ അങ്ങനെ ജനവാസം തീരെ ഇല്ലാത്ത ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. വല്ലപ്പോഴും ഒരു റിസർച്ചേഴ്സോ അല്ലെങ്കിൽ അഡ്വഞ്ചേഴ്സ് സാഹസികമായി യാത്ര നടത്തുന്നവരൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്റാർട്ടിക്കയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഇതെന്ത് ചെയ്യാ, എല്ലാവരും നന്നായിട്ട് അന്റാർട്ടിക്കയെ കുറിച്ച് പഠിക്കുക. സിമ്പിൾ ആണ്. ഇതേപോലെ ഓരോ കോണ്ടിനെന്റ്സും സെറ്റായി പഠിക്കാം. യെസ്, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബൈ.